ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ക്ലാസ് 18. ഈ ക്ലാസ്സിൽ 7 പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈക്വൽ ടു ഡാഷ്. ഇതിൽ രണ്ട് ടേംസാണ് കണ്ടുപിടിക്കാനുള്ളത്, ടാൻ ഇൻവേഴ്സ് ഓഫ് √3യും സീക്ക് ഇൻവേഴ്സ് ഓഫ് -2ഉം. ഇത് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തേത് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 കിട്ടാൻ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്ന് കൊടുക്കുക. സോ ടാൻ y ഈക്വൽ ടു √3 എന്ന് കിട്ടും. അതിനെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇനി ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് നമുക്കറിയാം ടാൻ 60 ഡിഗ്രി ആണ് √3 ഓർ ടാൻ π/3 ആണ് √3. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും y ഈക്വൽ ടു π/3. ഇനി ഈ കിട്ടിയ ആംഗിൾ, അതായത് π/3 എന്നുള്ളത് ടാൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യണം. നമുക്കറിയാം പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2 ആണ്. ഈ π/3 എന്നുള്ള ആംഗിൾ ഈ പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല്ലിൽ ബിലോങ് ചെയ്യുന്നതാണ്. സോ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ഈക്വൽ ടു π/3. ഇനി അതുപോലെ ക്വസ്റ്റ്യനിൽ രണ്ടാമത് കണ്ടുപിടിക്കാനുള്ളത് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ആണ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ ആദ്യം നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കും. സീക്ക് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു π മൈനസ് സീക്ക് ഇൻവേഴ്സ് x. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്താവും? π മൈനസ് സീക്ക് ഇൻവേഴ്സ് 2 ആവും. ഇനി നമുക്ക് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കണ്ടാൽ മതി. ഇനി സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കാണാൻ നമ്മൾ അതിനെ കോസിൻ്റെ ടേംസിലേക്ക് മാറ്റും. അതിന് ഉപയോഗിക്കുന്ന ഐഡൻറ്റിറ്റി സീക്ക് ഇൻവേഴ്സ് ഓഫ് x ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. അതുകൊണ്ട് നമുക്കിനി കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിച്ചാൽ മതി. ഇനി അത് കാണാൻ ആദ്യം നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതാം. നമുക്കറിയാം കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. ഇനി y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കൊടുക്കാം. അതിൽ നിന്ന് കോസ് y ഈക്വൽ ടു 1/2 കിട്ടും. ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് നമുക്കറിയാം കോസ് 60 ഡിഗ്രി ആണ് 1/2 ഓർ കോസ് π/3 ആണ് 1/2. ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു π/3. ഈ കിട്ടിയ ആംഗിൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. പ്രിൻസിപ്പൽ ബ്രാഞ്ച് ക്ലോസ്ഡ് 0π ആണ്. ഈ 60 ഡിഗ്രി ദാറ്റ് ഈസ് π/3 എന്നുള്ളത് പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് തന്നെയാണ് പ്രിൻസിപ്പൽ വാല്യൂ. ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്നുള്ളത് π/3 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നതാണ് π/3. കാര്യം സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടത്. അപ്പോൾ നമുക്കിവിടെ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 കിട്ടി. ഇനി ആദ്യം നമ്മൾ നിർത്തിയെടുത്ത്, അതായത് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്താവും? ഇപ്പം π മൈനസ് π/3 ആവും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2π/3. ഇനി ഈ കിട്ടിയ രണ്ട് വാല്യൂസും നമ്മൾ ക്വസ്റ്റ്യനിൽ കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിപ്പോൾ π/3 മൈനസ് 2π/3 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ -π/3. ക്വസ്റ്റ്യൻ 2, റൈറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് x ബൈ 1 മൈനസ് സൈൻ x ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുക. അപ്പോൾ നമ്മളിവിടെ ഇതിനു വേണ്ടി 3 ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത്, അതായത് ന്യൂമറേറ്ററിൽ കോസ് x ആണ്. ഈ കോസ് എക്സിനെ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ ഡിനോമിനേറ്ററിൽ 2 ടേംസാണ്, ഒന്ന് 1 പിന്നെ ഒന്ന് സൈൻ x. 1ന് വേണ്ടിയിട്ടും അതുപോലെ സൈൻ എക്സിന് വേണ്ടിയിട്ടും, അങ്ങനെ 3 ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെയൊക്കെയാണ്. കോസ് 2x നമുക്കറിയാം കോസ് സ്ക്വയർ x മൈനസ് സൈൻ സ്ക്വയർ x ആണ്, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് കോസ് x എന്താവും? കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 ആവും. അതുപോലെ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ് സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ x പ്ലസ് കോസ് സ്ക്വയർ x ഈക്വൽ ടു 1. ഓർ അതിൽ നിന്ന് കോസ് സ്ക്വയർ x/2 ഓർ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടു എന്ന് മാത്രം. കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 ഈക്വൽ ടു 1. അപ്പോൾ ഡിനോമിനേറ്ററിലെ 1ന് പകരം നമ്മൾ കൊടുക്കുന്നത് ഇതാണ്. അതായത് എല്ലാം ഇൻ ടേംസ് ഓഫ് x/2 ആക്കി മാറ്റാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ സൈൻ 2x നമുക്കറിയാം 2 സൈൻ x കോസ് x ആണ്. അതിൽ നിന്ന് സൈൻ x ഈക്വൽ ടു 2 സൈൻ x/2 കോസ് x/2 ആണ്. ഇനി ഈ കിട്ടിയ 3 കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ അതായത് സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സിന് പകരം കോസ് സ്ക്വയർ x/2 മൈനസ് സൈൻ സ്ക്വയർ x/2 ഡിവൈഡഡ് ബൈ 1ന് പകരം കോസ് സ്ക്വയർ x/2 പ്ലസ് സൈൻ സ്ക്വയർ x/2 മൈനസ് സൈൻ എക്സിന് പകരം 2 സൈൻ x/2 കോസ് x/2. ഇനി ഇതിലെ ന്യൂമറേറ്റർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അപ്പോൾ അതിനെ ആ ഫോമിലേക്ക് മാറ്റാം. അതുപോലെ താഴെയുള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നുള്ള തരത്തിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് a മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഫോമിലാക്കിയതാണ്. കോസ് x/2 പ്ലസ് സൈൻ x/2 ഇൻറ്റു കോസ് x/2 മൈനസ് സൈൻ x/2.
ഡിവൈഡഡ് ബൈ താഴെയുള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലേക്ക് ആക്കിയതാണ് കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർ. ഇനി അതിൽ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു എന്നുള്ളത് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കിയുള്ളത് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു. ഇനി ഈ ഒരു ഫോമിൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്നുള്ള ഫോമിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, അതായത് നമ്മൾ ഇതിനെ ടാൻ്റെ ടേംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് കോസ് എക്സ് ബൈ ടു കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നു, എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെയാവും. അടുത്ത സ്റ്റെപ്പിൽ അത് 1 പ്ലസ് ടാൻ എക്സ് ബൈ ടു സൈൻ ബൈ കോസ് എന്നുള്ളത് ടാൻ ആയതുകൊണ്ട് ഇത് ടാൻ എക്സ് ബൈ ടു ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ബൈ ടു ആവും. ഇനി ഇതിനെ നമുക്ക് ടാൻ ഓഫ് എന്നുള്ള ഫോമിലാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കണ്ടതാണ്, ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഈ 1ന് പകരം ടാൻ പൈ ബൈ 4 എഴുതി. കാര്യം ടാൻ പൈ ബൈ 4 നമുക്കറിയാം ടാൻ 45 ഡിഗ്രിയാണ്, ടാൻ 45 1 ആണ്. സോ 1ന് പകരം ടാൻ പൈ ബൈ 4 എന്ന് എഴുതി. അതുപോലെ ഡിനോമിനേറ്റർ 1 മൈനസ് ടാൻ പൈ ബൈ 4 ഇൻറ്റു ടാൻ എക്സ് ബൈ ടു. ഇപ്പോൾ ഇത് ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്നുള്ള ഫോമിലായി. അത് ടാൻ എ പ്ലസ് ബിയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ റിസൾട്ട് ഉപയോഗിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള റിസൾട്ട് ഉപയോഗിക്കാം. ഇവിടെ അതിൻ്റെ ആൻസർ വരാം പൈ ബൈ 4 പ്ലസ് എക്സ് ബൈ ടു. ക്വസ്റ്റ്യൻ 3, റൈറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്യാം. നമുക്ക് ഉദ്ദേശം ഇതാണ്, ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഉള്ളത് ടാൻ ഓഫ് എന്നുള്ള ഫോമിലേക്ക് മാറ്റണം. ഇവിടെ എയുടെ ടേംസിലും കൂടെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന് കൊടുക്കേണ്ടത്, അതായത് ഇത് ടാൻ വരണമെങ്കിൽ ഇത് സൈൻ, ന്യൂമറേറ്ററിൽ സൈൻ, താഴെ കോസ് എന്നുള്ള ഫോമിൽ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എക്സിന് പകരം സൈൻ വൈ എന്നുള്ള ടേംസിലാണ്. ഇവിടെ എ എന്നുള്ള ടേം വന്നതുകൊണ്ട് കൊടുക്കുന്നത് എ സൈൻ വൈ ചേർത്തിട്ടാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു എ സൈൻ വൈ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എന്തായി മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് എ സൈൻ വൈ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എ സൈൻ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ വൈ ആവും. ഇനി ഈ എ സ്ക്വയർ ഇത് രണ്ടൊന്നും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ടിനകത്ത് എ സ്ക്വയർ വരും, ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ വരും. ഈ എ സ്ക്വയർ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എ ആയി മാറും. സോ എ സൈൻ വൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ വൈ. നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ എന്നുള്ളത് കോസ് സ്ക്വയർ ആണ്. കാരണം സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു 1 എന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കോസ് സ്ക്വയർ ആവും. റൂട്ടും സ്ക്വയറും ഒന്നിച്ച് വരുമ്പോൾ കോസ് ആവും. എ ക്യാൻസൽ ചെയ്ത് പോകും. സൈൻ ബൈ കോസ് എന്നുള്ളത് ടാൻ ആയി മാറും. സോ വി ഗെറ്റ് വൈ. ഇനി വൈ എന്നുള്ളത് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ എക്സിൻ്റെ ടേംസിലായിരുന്നു, അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എക്സ് ഈക്വൽ ടു എ സൈൻ വൈക്കാണ്, ഓർ എ സൈൻ വൈ ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് സൈൻ വൈ ഈക്വൽ ടു എക്സ് ബൈ എ ഓർ വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. സോ ആൻസർ ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. അടുത്തൊരു നോട്ടാണ്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി തന്നെയാണ്. ടാൻ 3x ഈക്വൽ ടു 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് അടുത്തത്. റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പോൾ ഇതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ഐഡൻറ്റിറ്റി ഇവിടെ ഉപയോഗിക്കാൻ പാകത്തിന് നമുക്ക് വേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ടാൻ്റെ ടേംസിലാണ്. അതായത് എക്സിന് പകരം ടാൻ ബൈ കൊടുക്കുക. ഇവിടെ എയുടെ ഒരു ടേമും കൂടി ഉള്ളതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിൽ എയും കൂടെ ചേർത്ത് കൊടുക്കുക. സോ എക്സ് ഈക്വൽ ടു എ ടാൻ ബൈ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അതെന്തായി മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് 3a സ്ക്വയർ ഇൻറ്റു എ ടാൻ ബൈ മൈനസ് എ ടാൻ ബൈ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ് മൈനസ് 3a ഇൻറ്റു എ ടാൻ ബൈ സ്ക്വയർ. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3a ക്യൂബ് ആവും. ഇവിടെ ഇതിൽ എ സ്ക്വയർ ടാൻ സ്ക്വയർ എ ക്യൂബ് ടാൻ ക്യൂബ് വൈ ആവും. താഴെയുള്ളതിൽ ഇതിൽ എ സ്ക്വയർ ടാൻ സ്ക്വയർ വൈ വരും. അതും ഇതും കൂടെ ചേർത്താൽ എ ക്യൂബായി. ഇനി ഈ ന്യൂമറേറ്ററിൽ ഒരു എ ക്യൂബ് പുറത്തേക്ക് എടുക്കാം, ഡിനോമിനേറ്ററിൽ ഒരു എ ക്യൂബ് പുറത്തേക്ക് എടുക്കാം. ബ്രാക്കറ്റിനകത്ത് ബാക്കി വരാം 3 ടാൻ വൈ മൈനസ് ടാൻ ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ വൈ. എ ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോകും. ബ്രാക്കറ്റിനകത്തുള്ളത് ടാൻ ഈ ഫോമിൽ വരും. ദാറ്റ് ഈസ് ടാൻ 3y എക്സ്പാൻഷനാണിത്. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വി ഗെറ്റ് 3y. ഇനി വൈക്ക് നമ്മൾ തിരിച്ച് എക്സിൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളത് എക്സ് ഈക്വൽ ടു എ ടാൻ വൈക്കാണ്, ഓർ എ ടാൻ വൈ ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് ടാൻ വൈ ഈക്വൽ ടു എക്സ് ബൈ എ, വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ.
അപ്പോൾ ഇതിൽ വൈയുടെ സ്ഥാനത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. ക്വസ്റ്റ്യൻ 5 സൈൻ ഓഫ് പൈ ബൈ 3 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു ഡാഷ്. ഇതിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ആണ്. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്നുള്ള റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ഈക്വൽ ടു എന്തായി മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആയി. അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 നമ്മൾ ചെയ്താൽ മതി. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കിട്ടാൻ ആദ്യം നമ്മൾ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എഴുതാം. പ്രിൻസിപ്പൽ ബ്രാഞ്ച് നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് π/2 ആണ്. ഇനി y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കൊടുക്കുക. സൈൻ y ഈക്വൽ ടു 1/2 ദാറ്റ് ഈസ് ഇക്വേഷൻ 3. അതുപോലെ ട്രിഗണോമെട്രിക് ടേബിളിൽ നിന്ന് സൈൻ 30 ഡിഗ്രി ആണ് 1/2 ദാറ്റ് ഈസ് സൈൻ π/6 ആണ് 1/2. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ 3യും ഇക്വേഷൻ 4ഉം കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു π/6 എന്ന് കിട്ടും. ഈ π/6 പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് ദിസ് ഇസ് ദ ആൻസർ ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ഈക്വൽ ടു π/6. അപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആവശ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 കാണലായിരുന്നു. അത് മൈനസ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് π/6. ഇനി തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതാം. അതിൽ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1/2 ആണ് നമ്മൾ കണ്ടുപിടിച്ച ഈ മൈനസ് π/6. അപ്പോൾ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാവും സൈൻ ഓഫ് π/3 മൈനസ് π/6. മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഇനി സിംപ്ലിഫിക്കേഷനാണ്. LCM 6 വരും. ന്യൂമറേറ്ററിൽ 3π 3 6 2 ടൈംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ π/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ 6 ഫൈൻഡ് ടാൻ ഓഫ് ടാൻ 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഇതിൽ നമുക്ക് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനുണ്ട്. ഒന്ന് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി സൈൻ 2x ഈക്വൽ ടു 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് ഇവിടെ 2 ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ള ഫോമിലാണ്. ഇവിടെ എക്സ് ആണെന്ന് മാത്രം, ടാൻ എക്സിന് പകരം എക്സ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ടാൻ എക്സിൻ്റെ ടേംസിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. എക്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് എക്സും വൈ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ വേരിയബിൾ എടുത്തിരിക്കുന്നു യുവും വിയും. അപ്പോൾ എക്സിന് പകരം നമ്മൾ ടാൻ യു ആക്കാം. അപ്പോൾ ഈ സൈഡ് എന്തായി മാറും എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എന്താവും 2 ടാൻ യു ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ യു ആവും. ഇനി അത് നമ്മൾ നേരത്തെ എഴുതി. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ് സൈൻ 2xൻ്റെ ഇവിടെ യു ആണ്. അപ്പോൾ അത് സൈൻ 2u. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2u എന്ന് വന്നു ദാറ്റ് ഈസ് 2u. അങ്ങനെയാണ് ഈ സിംപ്ലിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡ് അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഇതാണ്. കോസ് 2x നമുക്കറിയാം 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടാനിൻ്റെ ടേംസിലേക്ക് എഴുതിയാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് വൈക്ക് പകരം ടാൻ വി എന്നുള്ളത് വേരിയബിൾ, വേറൊരു വേരിയബിൾ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഈ സൈഡ് എന്താവും എന്നുള്ളത് നോക്കാം. കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ വി ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വി. ഇനി ഇത് കോസ് 2v ആണ്. ഇനി കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എന്ന് പറയുന്നത് 2v ആയിട്ട് എഴുതും. ഇനി ഇതിന്ന് രണ്ടിന്നും 2 കോമൺ ആയിട്ട് എടുക്കാം. ആ 2 അതുപോലെ താഴെയുള്ള 2ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് u പ്ലസ് വി ആയി. ഇനി യു വി ഒക്കെ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. എക്സിനാണ് ടാൻ യു കൊടുത്തത് ഓർ ടാൻ യു ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് യു എന്ന് പറഞ്ഞാൽ എന്താണ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ വിയുടെ ടേംസിൽ വൈ ഈക്വൽ ടു ആയിരുന്നു ടാൻ വി ഓർ ടാൻ വി ആണ് വൈ. വി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ. അപ്പോൾ ഇവിടെ യുവിനും വിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. ഇനി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഈ വർഷം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇനി ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2. ഇനി ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കറിയാം ടാൻ ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ടാനിൻ്റെ ടേംസിലേക്ക് ആക്കാണ് എളുപ്പം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പകരം ടാൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നു. അതുപോലെ കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 പകരം ടാൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റുന്നു. അതിങ്ങനെയാണ്. ആദ്യം നമ്മൾ ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 എടുക്കാം. സോ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. അതിൽ നിന്ന് സൈൻ y എന്താണ് 3/5 ആണ്. ഇനി നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം സൈൻ എക്സ് എന്നുള്ളത്
അല്ലെങ്കിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആംഗിൾ എന്നുള്ളത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഈ 3/5 ആണ് സൈൻ y തന്നിരിക്കുന്നത്. അപ്പോൾ y ഈ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് 3, ഹൈപ്പോട്ടന്യൂസ് ആണ് 5. അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ ടാനിൻ്റെ ടേംസിലേക്കാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സൈൻ ബൈ കോസ് ആണ് ടാൻ വരാം. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഈ സൈഡ് എ ബി എന്നുള്ള സൈഡ് കിട്ടണം. ഇനി പൈത്തഗോറസ് റിലേഷൻ ഉപയോഗിച്ച് എ ബി കാണാൻ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് കിട്ടാൻ റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ എ ബി എന്നുള്ള സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടാൻ ബൈ എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ദാറ്റ് ഈസ് 3/4 വരും. ഓർ y എന്താവും? ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആവും. y ആയിരുന്നു എന്ത്? സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5. ആ y തന്നെയാണ് ടാൻ്റെ ടേംസിലേക്ക് കിട്ടിയത്, ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. അതായത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 തന്നെയാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4. അങ്ങനെയാണെങ്കിൽ ഈ ടേം ബ്രാക്കറ്റിനകത്ത് ആദ്യത്തേന് പകരം നമുക്ക് ടാൻ ഇൻവേഴ്സിൻ്റെ ടേംസിലേക്ക് മാറ്റാം. ഇനി അതുപോലെ സെക്കൻഡ് ടേം എന്താണ്? കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2. അതിനെ ടാൻ്റെ ടേംസിലേക്ക് മാറ്റാൻ ഈ എക്സ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 കൊടുക്കുക. ഓർ കോട്ട് എക്സ് ഈക്വൽ ടു 3/2. നമുക്കറിയാം ടാൻ എക്സ് എന്നുള്ളത് 1/കോട്ട് എക്സ് ആണ്. അപ്പോൾ അത് 2/3 വരും. ഓർ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2/3 വരും. അപ്പോൾ അതിനെ ടാൻ്റെ ടേംസിലേക്ക് മാറ്റി. കോട്ട് ഇൻവേഴ്സ് 3/2 എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2/3 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താവും? ടാൻ ഓഫ് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പ്ലസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 ആയിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് 3/5 പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 ആക്കി. അതുപോലെ കോട്ട് ഇൻവേഴ്സ് ഓഫ് 3/2 പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് 2/3 ആക്കി. ഇനി ഇതിൽ നമ്മളൊരു ഇക്വേഷൻ ഉപയോഗിക്കും, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്നുള്ളത്. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 3/4 പ്ലസ് 2/3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/4 ഇൻറ്റു 2/3. ഇനി ഇത് സിംപ്ലിഫിക്കേഷനാണ്. എൽ സി എടുത്ത് ചെയ്യുമ്പം ഇത് 9 പ്ലസ് 8/12 വരും. ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇത് 6/12 ആണ്. അത് വീണ്ടും എൽ സി എടുത്ത് ചെയ്താൽ 12 മൈനസ് 6/12 വരും. ദാറ്റ് ഈസ് 6/12 ആവും. 12 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 17/6. ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എന്നുള്ളത് 17 ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 17/6 എന്നുള്ളത് 17/6 ആയിട്ട് വരും. ഓക്കെ.